വൈറ്റ് പൂക്കളുള്ള പീസിലിലെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. വൈറ്റ് പൂക്കൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇപ്പം പീസിലിലെ പ്ലാന്റ്സ് വേറെയും പൂക്കളുള്ള പ്ലാന്റ്സ് ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. കാരണം വീട്ടിൻ്റെ അകത്ത് പൂക്കൾ വേണമെങ്കിൽ നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണ് പീസിലിലി പ്ലാന്റ്സ്. കാരണം എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് നാസ റെക്കമെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ ഈ ചെടി കുറച്ച് ടോക്സിക് ആണ് കേട്ടോ, കുറച്ചൊരു വിഷച്ചെടിയാണ്. എങ്കിലും നമുക്ക് വീട്ടിനകത്ത് കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു ചെടി നമുക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ വിഷച്ചെടികളുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും ആ വീഡിയോ കാണണം. അപ്പോൾ ഈ ചെടിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് നല്ല കറക്റ്റ് പോട്ടി മിക്സ്, അതായത് ചാണകപ്പൊടി, മണ്ണ്, മണലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടിൽ നട്ടു കൊടുക്കുക കേട്ടോ. വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് വാങ്ങണം, എങ്കിൽ നമുക്ക് ധാരാളം പൂക്കൾ ഉണ്ടാകും, നല്ല രീതിയിൽ നമുക്ക് വളരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വിത്ത് ഉണ്ടാവും, പക്ഷേ വിത്ത് കൊണ്ട് എത്രത്തോളം നമുക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് തൈകൾ അടർത്തി മാറ്റിയിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് അടർത്തി മാറ്റിയിട്ട് നമുക്ക് വേറെയും ചട്ടിയിൽ വെക്കാം. അതുകൂടാതെ ബോർഡറായിട്ടൊക്കെ തണലുള്ള ഏരിയയിലൊക്കെ ബോർഡർ